കോഴിക്കോട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉത്തരവാദി ചെക്യാട്ട് പഞ്ചായത്ത് സെക്രട്ടറി എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യാ സന്ദേശം അവധി അപേക്ഷിച്ച് നിരന്തരം നിഷേധിച്ചത് മാനസികമായി തകർത്തതാണ് പരാതിയുടെ ശബ്ദ സന്ദേശത്തിലുള്ളത്. ആത്മഹത്യാക്കുറിപ്പിലും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പരാമർശമുണ്ട്. ആദ്യം ആ പരാമർശം കേൾക്കാം, ഒപ്പം ദിസ്ന കൂടി ചേരും. ഞാനൊരു കാര്യം പറയാം. എൻ്റെ കയ്യിൽ എൻ്റെ മൈൻഡൊക്കെ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു, അതെന്തെങ്കിലും ചെയ്തു. അതിന് മാക്സിമം ഞാൻ പിടിച്ചു. പക്ഷേ ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടെ കടന്നു പോകാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു. അതിന് ഒറ്റ റീസൺ ആ സെക്രട്ടറി മാത്രമേ. സെക്രട്ടറിനോട് പറയട്ടെ ഒന്നിങ്ങനെ പറഞ്ഞേന്ന്. അമീത് മാഷി ഇടപെട്ട കേസ് അമീത് മാഷി തന്നെ വിളിച്ചു എന്ന് പറഞ്ഞേക്ക്. എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം ഞാനങ്ങ് വരും. നിങ്ങൾ പറഞ്ഞേക്ക് ലീഗിന്റെ അമീത് മാഷി വിളിച്ചത് കണ്ട. അമീത് മാഷി ആള് ക്യാൻസർ പേഷ്യന്റാ, അയാൾക്ക് കിടപ്പിലുള്ള രോഗിയെ പുറത്ത് വന്നൂടെ അമീത് മാഷി ഏൽപ്പിച്ചതാ. എന്നെ വിളിച്ച് പറഞ്ഞേക്കുന്നു പറഞ്ഞേക്കുങ്ങൾ. വേറെ ആരും വരൂല, ഞാനേ വരൂ. ഞാന് ഇടപെട്ട ആളെ കേസാണ് അത്, ഞാനാ കൈകാര്യം ചെയ്യുന്നത്. ഒരു കിടപ്പിലുള്ള ക്യാൻസർ പേഷ്യന്റ് ലാസ്റ്റ് സ്റ്റേജിലുള്ള ആളാ. അപ്പൊ അങ്ങനത്തെ ആളെ നമ്മൾ പരിഗണിക്കേണ്ട ആളാണ് നമ്മുടെ സ്വന്തം ആളും. അതുകൊണ്ട് അതിൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കും, പിന്നെ ഞാൻ തന്നെ അളവും, പിന്നെ നിങ്ങൾക്കെതിരെ ഞാൻ തന്നെ നീങ്ങും. നിങ്ങൾ എന്ത് ചെയ്യണ്ട, പിന്നെ നിക്കണ്ട. അല്ല അതെല്ലാം ചെറിയ ചെറിയ കേസുകൾ നമ്മൾ എന്ത് ചെയ്യണോ ഒന്ന് ഒഴിവാക്കി കൊടുക്കണോ. എല്ലാം നമ്മള് നടപടിയിലേക്ക് പോകുമ്പോ ചിലത് എന്ത് ചെയ്യണം, ചില പാർട്ടി പറയുന്നത് കേൾക്കേണ്ടി വരും. എല്ലാ സെക്രട്ടറി പറയുന്നത് ഏറ്റവും നിൽക്കുമ്പോ നടക്കൂല. ഇത് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്താ. അപ്പൊ പാർട്ടി പറയുന്ന എല്ലാം എന്ത് ചെയ്യണം, കേൾക്കേണ്ടി വരും. പിന്നെ HIനോട് ഞാൻ പറയാം, HIനെ നിയമിക്കുമ്പോ ഞാൻ നിങ്ങളെ ബന്ധപ്പെട്ട ആള് എന്നെ വിളിച്ചിനു. അപ്പൊ പറഞ്ഞെങ്കിൽ പാർട്ടി പറയുന്നത് പൂർണ്ണമായിട്ട് പരിഗണിക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെല്ലാം നിയമിക്കുകയും ചെയ്തത് ആ പോസ്റ്റിലേക്ക്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാകണം കേട്ടാ. കോഴിക്കോട് ഹെൽത്ത് ഇൻസ്പെക്ടർ ആത്മഹത്യ സംഭവത്തിൽ പ്രതിസ്ഥാനത്തേക്ക് പഞ്ചായത്ത് സെക്രട്ടറി എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബ്ദ സംഭാഷണത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെക്യാട്ട് പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇതിന് അല്ലെങ്കിൽ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് പിന്നിലെന്നാണ് പ്രധാനമായി വരുന്ന ആരോപണം. ശബ്ദ സന്ദേശം അത് ശരിവെക്കുന്നുണ്ട്. അവധിക്ക് അപേക്ഷ നൽകിയത് നിരന്തരം നിഷേധിച്ചത് മാനസികമായി തകർത്തെന്നാണ് പ്രിയങ്കയുടെ ശബ്ദ സന്ദേശം. ആത്മഹത്യാക്കുറിപ്പിലും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പരാമർശമുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ശബ്ദ സംഭാഷണത്തിൽ പാർട്ടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ദിസ്നയുണ്ട്. ദിസ്ന, ഈ ശബ്ദ സംഭാഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പഞ്ചായത്ത് സെക്രട്ടറി അവധി നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഉള്ള മാനസിക സമ്മർദ്ദം, ഒപ്പം അതിൽ പറയുന്ന ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്താണ്, അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നൊക്കെ. ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്? എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? ഒപ്പം ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എതിരെ ഈ ശബ്ദ സംഭാഷണം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തെങ്കിലും അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ ദിസ്ന? തീർച്ചയായും ഉമേഷ്, ഈ സംഭവത്തിൽ ഇപ്പോൾ വടകര പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. പ്രിയങ്ക ചെക്യാട് പഞ്ചായത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുകയാണ്. PSCക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. PSCക്ക് പഠിക്കുന്ന വ്യക്തിയാണ്. കൂടാതെ ഈ മാസം രാജിവെക്കാനിരിക്കെ പലതവണയായി പ്രിയങ്ക തനിക്ക് അവധി നൽകണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവധി നൽകാത്തതിനെ തുടർന്ന് താൻ ഇത്തരത്തിൽ അവധി തനിക്ക് ലഭ്യമായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പ്രിയങ്ക സുഹൃത്തുക്കളോടൊക്കെ തന്നെയും വ്യക്തമാക്കിയ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ജനം ടിവിക്ക് ലഭ്യമായിരിക്കുന്നത്. മാർച്ചിൽ അവധി ചോദിച്ചപ്പോൾ 23 മുതൽ എടുത്തോ എന്നാണ് സെക്രട്ടറി പറഞ്ഞത്. എന്നാൽ പിന്നീട് അവധി ചോദിച്ചപ്പോൾ ഇപ്പോൾ തരാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്താണ്, അതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാകുന്നു. ഇത്തരത്തിൽ അവധി ലഭിക്കാത്തതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് പ്രിയങ്ക ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വടകര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഉമേഷ്, ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയിലേക്ക് അന്വേഷണം പോകുന്ന തരത്തിലേക്ക് എന്തെങ്കിലും നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഈ ശബ്ദ സംഭാഷണം പുറത്തു വന്നു ബന്ധുക്കളുടെ ആരോപണമുണ്ട് എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് നിയമപരമായി എന്തെങ്കിലും പ്രതിസ്ഥാനത്തേക്കോ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിലേക്കോ ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ കൊണ്ടുവരുന്നുണ്ടോ അന്വേഷണ സംഘം? ദിസ്ന,
നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടേയുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നത്. പക്ഷേ പ്രിയങ്കയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് പ്രിയങ്ക ആത്മഹത്യ ചെയ്തത്. കൂടാതെ തന്നെ സുഹൃത്തുമായുള്ള ശബ്ദ സന്ദേശത്തിൽ സുഹൃത്ത് പറയുന്നുണ്ട് പഞ്ചായത്ത് ഭരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അതുകൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാണ്. അത്തരത്തിൽ ലീവ് എടുക്കാൻ കഴിയാത്തതിന്റെ ഈ അവധി കൊടുക്കുന്നതിൽ പാർട്ടി തീരുമാനം എന്താണ് അതിൻ്റെ അകത്തുള്ളത്? അതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഈ പഞ്ചായത്ത് സെക്രട്ടറി പാർട്ടിയുടെ ഭാരവാഹി എന്തെങ്കിലുമാണോ? എന്താണ് അതിൻ്റെ ആ ഒരു പരാമർശം അതിലേക്ക് കടന്നു വന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? തീർച്ചയായും ഉമേഷ്, പഞ്ചായത്ത് ഭരണം ചെക്കിയാട് പഞ്ചായത്താണ്. അവിടെ ഏകദേശം പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കി തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ പാർട്ടി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പൊ ദിവസവേതന അടിസ്ഥാനത്തിലാണ് പ്രിയങ്ക അവിടെ ജോലി ചെയ്യുന്നത്. അത്തരത്തിൽ ലീവ് കിട്ടാൻ പോലും പാർട്ടിയുടെ അനുമതി വേണമെന്നൊരു കാര്യമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കുറെ തവണ പ്രിയങ്ക ഈ സംഭവവുമായി ബന്ധപ്പെട്ട് PSC പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കുറെ തവണ ലീവിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അപ്പോഴൊക്കെ തന്നെയും ഈ മാർച്ച് 23-ന് അവധി നൽകാമെന്നായിരുന്നു പ്രിയങ്കയോട് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് ഈ മാർച്ച് 23-ന് അവർ ലീവിന് അപേക്ഷിച്ചപ്പോൾ ഇനി ലീവ് നൽകാൻ കഴിയില്ല എന്നൊരു കാര്യം വ്യക്തമാക്കുകയായിരുന്നു. തുടർന്ന് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ പ്രിയങ്ക ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അതിൽ നിന്നും പ്രിയങ്കയുടെ ആത്മഹത്യ കുറിപ്പും നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്നത് തന്റെ ആത്മഹത്യക്ക് പിന്നിൽ പഞ്ചായത്ത് സെക്രട്ടറിയാണ് എന്ന ഒരു കാര്യം പ്രിയങ്ക ആത്മഹത്യ കുറിപ്പിലും വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഉമേഷ്. യെസ്, വിശദമായ വിവരങ്ങൾ നൽകിയത്.